പ്രാർത്ഥിക്കാം. അവൻ സ്വർഗത്തിലെ ദൈവം അവൻ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന വിലയേറിയ അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പകൽ മുഴുവൻ നാം പല സ്ഥലങ്ങളിലായിരുന്നു, യാത്ര ചെയ്തു, വാഹനം ഓടിച്ചു, ജോലി ചെയ്തു. അവിടെയെല്ലാം നമ്മെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് രാത്രികാലം ഹല്ലേലൂയ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നു. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ചു കേട്ട സങ്കീർത്തനം 116 സങ്കീർത്തനമാണല്ലോ. സ്തോത്രം. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും നാം കിടക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഈ സങ്കീർത്തനം വായിച്ചിട്ടുള്ളവരായിരിക്കാം. സ്തോത്രം. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ സ്തോത്രം പലപ്പോഴും ആ സങ്കീർത്തനം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിന്റെ സാഹചര്യങ്ങളിലൂടെയെല്ലാം കടന്നുപോയവരാണ് നമ്മിൽ പലരും എന്നല്ല, നമ്മിലുള്ള 99% ആളുകളും ഈ സങ്കീർത്തനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1-ാമത്തെ വാക്യം തന്നെ ഇങ്ങനെ പറയുന്നു: യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ റീസൺ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: അവൻ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ ഒരു പ്രസ്താവന ഹല്ലേലൂയ, എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന അവിടെ നടത്തുകയാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1 മുതൽ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആ ദാസൻ അനുഭവിച്ച, ആ ഭക്തൻ അനുഭവിച്ച പീഡനങ്ങളും സ്തോത്രം ആ വിഷമങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്ന് കർത്താവ് തന്നെ വിടുവിച്ച വിടുതലും ആ വേദവാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അവൻ തന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8-ാം വാക്യത്തിലേക്ക് വരും പറയുന്നു: യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നത്, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള ഗോപുരങ്ങൾ ഹല്ലേലൂയ പലപ്പോഴും എന്നെ പിടിക്കുമെന്ന് തോന്നി. പ്രൈസ് ദി ലോർഡ്. അതുമാതിരി വേദന എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. എന്നാൽ സ്തോത്രം, അതിൽ നിന്നെല്ലാം ഇന്ന് എന്നെ വിടുവിച്ചതുകൊണ്ട് കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പ്രാർത്ഥനയും യാചനയും സ്വന്തം തിരുസന്നിധിയിൽ എത്തുവാൻ ഇടയായി തീർന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഈ വക പല കാര്യങ്ങളിലൂടെയല്ലേ നാം പലപ്പോഴും കടന്നുപോയിട്ടുള്ളത്. സ്തോത്രം. ഒരു ഭക്തനാണോ സ്തോത്രം, ദൈവത്തെ അറിഞ്ഞ ഒരു ഹല്ലേലൂയ ഒരു ദൈവ പൈതലാണോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതത്തിൽ പലപ്പോഴായി പല കഷ്ടതകളും ശോധനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരും. സ്തോത്രം. അവിടെയെല്ലാം നേരത്തെ നാം പാട്ടിൽ കേട്ടതുപോലെ സ്തോത്രം, ഉറ്റവരും കൂടെ സ്നേഹിച്ചവരും സഹോദരന്മാരും സഹോദരിമാരും ഒന്നും നമ്മുടെ കൂടെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മെ ഒറ്റപ്പെടുത്തുന്ന സ്വന്തം വേദനാജനകമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് സംഭവിച്ച വേദനയിൽ നമ്മെ കളിയാക്കുവാനോ അല്ലെങ്കിൽ നമ്മെ പരിഹസിക്കുവാനോ അവനങ്ങനെ ഭാവിച്ചത് അവന്റെ ഹല്ലേലൂയ കൈതിരിപ്പ് കൊണ്ടാണെന്ന് പറയുവാനോ ആണ് പലപ്പോഴും ആളുകൾ ശ്രമിക്കുക. സ്വന്തം ഹല്ലേലൂയ. നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് നാം വേദന അനുഭവിക്കുന്ന സമയത്തും നമ്മെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ നമ്മെ വലങ്കൈ പിടിച്ച് സ്വന്തം നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്തോത്രം നാം സ്നേഹിക്കുന്നു. എന്നാൽ സ്തോത്രം അവനെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള നന്മകളെ കുറിച്ച് തിരുവചനത്തിൽ പല സ്ഥലത്തായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് റോമർ 8:28 പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമർ 8:28 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കഷ്ടം അനുഭവിച്ചവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഈ സമയം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയിലൂടെയോ പ്രയാസത്തിലൂടെയോ മാനസിക ഭാരത്തിലൂടെയോ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ഹല്ലേലൂയ തിരുവചനം ഹല്ലേലൂയ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളുമെല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും യാചനയും
അധികമായി വരുന്ന സമയമാണ് നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുന്നത്. സ്വന്തം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ പ്രാർത്ഥനകളും പാട്ടുകളും യാതനകളും എല്ലാം കൂടി വരും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അതിന് വിടുതൽ പ്രാപിച്ചു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ആമേൻ ഹല്ലേലൂയ പാട്ട് സ്തോത്രം ഹല്ലേലൂയ സന്തോഷത്തിന്റെ പാട്ടുകൾ ആമേൻ സ്തുതികളുടെ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത്. എന്നാൽ പലപ്പോഴും നാം പഴയ കഷ്ടങ്ങൾ അനുഭവിച്ച് പഴയ കഷ്ടങ്ങളിൽ നമ്മളെ ദൈവം വിടുവിച്ച് നാം സന്തോഷത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം പലപ്പോഴും ആമേൻ നമ്മെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സ്തോത്രം ഈ സങ്കീർത്തനത്തിൽ തന്നെ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്ന സ്തോത്രം പ്രൈസ് ദി ലോർഡ് എൻ മനമേ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അതിന്റെ മുമ്പിലോട്ട് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ചഞ്ചലപ്പെടുന്ന ഒരു മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചഞ്ചലപ്പെടുന്ന ഒരു മനസ്സിനെ കുറിച്ചാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. ആമേൻ. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനസ്സിനോട് അവൻ വീണ്ടും ഭക്തൻ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്, നീ സ്വസ്ഥമായിരിക്കുക. കാരണം എന്താണ്, കഴിഞ്ഞ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഹല്ലേലൂയ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ആമേൻ എന്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. പക്ഷേ ഹല്ലേലൂയ നമ്മുടെ ശരീരം നമ്മുടെ ജഡം എപ്പോഴും ആമേൻ സ്തോത്രം നമ്മെ ഇങ്ങനെ ഹല്ലേലൂയ ആമേൻ ജഡത്തിന്റെ മോഹങ്ങളും പ്രയാസങ്ങളും എല്ലാം കയറി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളും കയറി വരാൻ ഇടയായിത്തീരും. ഹൃദയം നമ്മെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഹല്ലേലൂയ മ്ലാനമായി ദുഃഖമായി പ്രയാസമായി പോകുവാൻ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹല്ലേലൂയ നാം മനസ്സിനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കണം. ആമേൻ സ്തോത്രം. വീണ്ടും ഹല്ലേലൂയ മനമേ സ്വസ്ഥമായിരിക്കുക. ആമേൻ നിന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ കഴിഞ്ഞ കഷ്ടങ്ങളിൽ നിന്നെ വിടുവിച്ചൊരു ദൈവം നിന്നെ വിടുവിക്കുവാൻ ആമേൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 42:5 43:5 ഇതേ കാര്യം തന്നെ സങ്കീർത്തനക്കാരൻ എടുത്തു പറയുകയാണ്. എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ആമേൻ ആമേൻ. ഇനിയും അവനെ ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ആമേൻ മറ്റുള്ളവരിൽ നിന്ന് അല്ല പലപ്പോഴും വരുന്നത്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നത്. ആമേൻ. വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ച് നാം സ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളിൽ ഹൃദയം നമ്മളെ അസ്വസ്ഥപ്പെടുത്തും, ഭാരപ്പെടുത്തും. ആമേൻ ഹല്ലേലൂയ. നമ്മൾ അതിൽ അസ്വസ്ഥരാകുവാൻ ഇടയായിത്തീരും. അപ്പോഴെല്ലാം നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തോട് പറയണം, എന്റെ മനമേ സ്വസ്ഥമായിരിക്കുക. ആമേൻ. എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ആമേൻ. നീ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിനക്ക് ഹല്ലേലൂയ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ നീ ഓർക്കുക എന്ന് നാം ദിനവും പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമ്മൾ അതിലൂടെ കടന്നുപോയവരാണെങ്കിൽ ഇതിന്റെ താഴേക്കുള്ള കാര്യങ്ങളും സങ്കീർത്തനക്കാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ബലപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ആമേൻ സ്തോത്രം കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നാം മറന്നുപോകും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വിടുവിച്ച ദൈവത്തെ കുറിച്ച് നാം മറന്നുപോകുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സങ്കീർത്തനം വായിച്ച് നാം ശക്തിപ്പെടുവാൻ ഇടയായിത്തീരണം. സങ്കീർത്തനങ്ങൾ പലപ്പോഴും നാം വായിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ബലം ലഭിക്കുവാനാണ്, നമുക്ക് ആശ്വാസം ലഭിക്കുവാനാണ്. പല സങ്കീർത്തനങ്ങളും നമ്മളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും മുന്നോട്ടോടുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. ആമേൻ. നാം കഷ്ടതയിലായിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ അവൻ വേറൊരു കാര്യങ്ങളിലൂടെ അവിടെ ഭക്തൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതിന്റെ യഹോവ കൃപയും നീതിയുമുള്ളവൻ തന്നെ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പരിപാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമെങ്കിലും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെങ്കിലും നാം മുട്ടുമടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കാതെ പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആമേൻ നാം വേണ്ടുന്നത് പോലെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് ആമേൻ തിരുവനന്തപുരത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഉന്നതഭാവം എന്നെ കൊണ്ടെല്ലാം സാധിക്കുമെന്നും ഒരു സൈഡിൽ ഹല്ലേലൂയ നമ്മുടെ കഷ്ടവും പ്രയാസവും എനിക്കത് ഓവർകം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്നുള്ള ഒരു ഭാവം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത്. എനിക്കത് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനത് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. സ്വന്തം ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് എനിക്ക് പോകുവാനുള്ള എനിക്ക് അതിനുള്ള പവർ ഉണ്ട് എന്ന് ഹല്ലേലൂയ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നല്ലതാണ്. പക്ഷേ അത് ഹല്ലേലൂയ ഒരു ഉന്നത ഭാവമായി അല്ലെങ്കിൽ എന്നിലുള്ള ഒരു ഭാവമായി മാറുമ്പോൾ ആമേൻ സ്തോത്രം കർത്താവിൽ നിന്ന് പലപ്പോഴും വിടുതൽ പ്രാപിക്കുന്നത് തടസ്സമായി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഭക്തൻ അവിടെ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു? എളിമപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്.
നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എളിമപ്പെട്ടു, വെറുതെ അല്ല ഞാൻ വിടുവിക്കപ്പെട്ടത്, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മൾ ചഞ്ചലപ്പെടുന്ന ഹൃദയത്തെ കുറിച്ച് തിരുവചനം എഴുതിയിട്ട് അതിന് താഴോട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ഒരിക്കലും എന്ത് ചെയ്യരുത്, ചഞ്ചലപ്പെടുവാൻ പാടില്ല. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, സ്തോത്രം, നീ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചഞ്ചലപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ഭാരമായി തീരും, ഭാരപ്പെടും, നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നൂല, നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ മാറ്റിക്കൊണ്ടുപോകാൻ ഇടയായി തീരും. എന്നാൽ ഹല്ലേലൂയ, വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സ്തോത്രം ശരീരത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഒന്നും പ്രയോജനമില്ല എന്ന് കർത്താവ് ഹല്ലേലൂയ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. സ്തോത്രം. ആമേൻ. അതിന്റെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ 4 പ്രാവശ്യം എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ ചെയ്യും. വിചാരപ്പെടരുത്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ് എന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. മത്തായി 6:25 കർത്താവ് പറയുന്നത് എന്ത് ചെയ്ത്, വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്കിലും സദസ്യനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴ കൂട്ടുവാൻ നിങ്ങൾ ആർക്കും കഴിയും. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് അവ അധ്വാനിക്കുന്നില്ല, നോക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന്. നോക്കൂ, കർത്താവ് വളരെ ശക്തമായിട്ട് എടുത്തെടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്ത് വിചാരപ്പെടരുത്. കാരണം വിചാരപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴുവൻ നീളം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സ്വയമായി തന്നെ നിങ്ങൾക്ക് വിചാരപ്പെടുന്ന ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയരെത്തുമ്പോഴും 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാതെ എന്ത് ചെയ്യണം? മതി. ഹല്ലേലൂയ. സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തോട് അറിയിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ 19-ാം വാക്യം പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ, സ്തോത്രം, മുന്നോട്ട് കടന്നു വരുമ്പോൾ ഈ ഭക്തൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. സ്തോത്രം. വിടുവിച്ച് കഴിഞ്ഞിട്ട് ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു തീരുമാനമാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ വലിയ കഷ്ടത്തിൽ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. അപ്പോൾ സകല മനുഷ്യരും എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ വളരെ കഷ്ടത്തിലായി പോയി, അവൻ സ്തോത്രം, അവന് ഒരു രക്ഷയില്ല എന്ന് പല ആൾക്കാരും പറയുന്നത് ഭക്തൻ കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, അവിടെയെല്ലാം തന്റെ പരിഭ്രമത്തിൽ, തന്റെ അചഞ്ചലമായ ഹൃദയത്തിന്റെ ആ സാഹചര്യത്തിൽ ഭക്തന് അങ്ങനെ തന്നെ തോന്നിപ്പോയി, എനിക്കിനി രക്ഷയില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തന്നെ വിടുവിച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്തൻ പറയുകയാണ്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഞാൻ അവരുടെ മുമ്പാകെ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, നമ്മൾ ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയവരാണെങ്കിൽ തീർച്ചയായിട്ടും നാം വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാരവും പ്രയാസവും കടന്നു വരാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ വിളിച്ച ദൈവത്തെ കുറിച്ച് സ്വന്തം മറ്റുള്ളവരോട് മുമ്പാകെ പറഞ്ഞ് ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നാം ശക്തരായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ച നന്മ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വിടുതൽ നാം അത് അനുഭവിച്ച് നാം സ്വയം അതിൽ ആശ്വസിച്ച് നമ്മുടെ വീടിനുള്ളിലായിരിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായി തീരുകയില്ല. മറിച്ച് ഹല്ലേലൂയ, ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ മുമ്പാകെ നടന്ന് അവന്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തപ്പെടുന്നവരായി നാം തീരുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ, സ്വന്തം നമ്മെ ദൈവം വിടുവിച്ചത് കൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഞാൻ സമയം കൂടുതൽ വിനിയോഗിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയവരാണ്. രാത്രികാലം ഈ സങ്കീർത്തനം വായിച്ചു കേൾക്കുമ്പോൾ, നാം ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ഒരു തീരുമാനം എടുക്കുന്നവരായി തീരണം. കർത്താവേ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കപ്പുറമായി കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. അപ്പാ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ നാമത്തെ ഞാൻ അനേകരോട് ഉയർത്തും കർത്താവേ. അനേകരോട് ഹല്ലേലൂയ, നീ
എന്നെ വിടുവിച്ച ആ വിടുതൽ ഞാൻ പറയും കർത്താവേ എന്ന് ഇന്ന് രാത്രികാലം നാം ഒരു തീരുമാനത്തോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ സ്തോത്രം. ഇതിലും ആമേൻ സ്തോത്രം നന്നായി ആ ഒന്നാമത്തെ വാക്യത്തേക്കാൾ നന്നായി പറയുവാൻ എനിക്ക് ഇഷ്ടം ഹല്ലേലൂയ ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ദാനിയേൽ അങ്ങനെ പറയുന്നത് പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ അവിടെ ഹല്ലേലൂയ ആ സഹോദരന്മാരുടെ ഒരു തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം എന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിലും ആ ദൈവത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ എന്നുള്ള തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ വിടുവിക്കുവാൻ കഴിയും. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിൽ പോലും ആമേൻ സ്തോത്രം രാജാവ് നിശ്ചയിച്ച ബിംബത്തെ ഞാൻ നമസ്കരിക്കുകയില്ല. സ്തോത്രം. എരിയുന്ന തീച്ചൂളയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ രാജാവിനെ തള്ളിയാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ പ്രമാണിക്കുമെന്നുള്ള ആ ഭക്തന്റെ തീരുമാനമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യഹോവയെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനയും യാചനയും കേട്ട് യഹോവയെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളെ കുറിച്ച് നാം കണ്ടു. എന്നാൽ ഹല്ലേലൂയ നോക്കൂ ആമേൻ സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നതിന് മുമ്പേ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എത്രയധികം സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നെ കർത്താവെ വിടുവിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നുള്ള ആ തീരുമാനത്തിന് മുമ്പിൽ ദൈവം എത്രയധികം നമ്മെ സ്നേഹിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നാം ആ മനസ്സുള്ളവരായി തീരിക്കണം. ആമേൻ. പലപ്പോഴും ആമേൻ പലരും തീരുമാനം എടുക്കുന്നത് കർത്താവെ എന്നെ വിടുവിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. ആമേൻ. കർത്താവെ ആമേൻ ഹല്ലേലൂയ എനിക്ക് ഇന്ന നന്മ തന്നാൽ അവൻ ഞാൻ നിനക്ക് വേണ്ടി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ആമേൻ യഥാർത്ഥത്തിൽ നാം പറയേണ്ടത് ആമേൻ നമ്മെ ഹല്ലേലൂയ രക്ഷിച്ച ആമേൻ മരണത്തിന്റെ ആമേൻ പാതാളത്തിന്റെ അവകാശിയായിരുന്ന നമ്മെ വിടുവിച്ച് ദൈവസന്നിധിയിലാക്കിയ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം പറയേണ്ടത് കർത്താവെ ഹല്ലേലൂയ കഷ്ടതയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് വെച്ചിരിക്കുന്നതെങ്കിൽ ആമേൻ കർത്താവെ ഹല്ലേലൂയ അങ്ങ് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ നാമത്തെ ഞാൻ ഉയർത്തും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ തീരുമാനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ഹല്ലേലൂയ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.